എവരിവൺ. കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ശരിക്കും പ്രൊഡ്യൂസർ മാത്രമല്ല സാറ്, അല്ലെ, അഭിനയിക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ കുടുംബശ്രീയും കുഞ്ഞാടിനെ പറ്റിട്ട് ആദ്യം ഒന്ന് പറയാവാ. എന്താണ് നമ്മുടെ സിനിമയുടെ കഥ, എങ്ങനെ, ഏത് ജോണറാന്നൊക്കെ ഉള്ളത്? രണ്ടുപേരിൽ ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ഫാമിലിയാണ്, ഫാമിലി സിനിമയാണ്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങൾ കോർത്തുണ്ടാക്കിയ ഒരു കൊച്ചു സിനിമ. ഫാമിലി ജോണറിലുള്ളതാണ്, പിന്നെ ഹ്യൂമറാണ്. അത് തന്നെയാണ് സിനിമ. ഈ സിനിമയുടെ കഥ കേട്ടിട്ട് ഇതിന്റെ പേര് സജസ്റ്റ് ചെയ്തത് പ്രൊഡ്യൂസറാണ്. ആ ക്രെഡിറ്റ് അദ്ദേഹത്തിനുള്ളതാണ്. ആ കഥ കേട്ടിട്ട് പുള്ളി തന്നെയാണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്നുള്ളത്. അതെന്താ അങ്ങനെ ഒരു പേര്, കുടുംബസ്ത്രീയും കുഞ്ഞാടും എന്ന പേര്? അത് ഇതിനകത്ത് ഒരു മേജർ എലമെന്റ് ഈ കഥയ്ക്കകത്ത് എന്ന് പറയുന്നത്, ഒരു കുടുംബിനിയായ ഒരു സ്ത്രീ, അവള് സാമൂഹിക സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള മറ്റുള്ള ഈ ഇന്ററാക്ഷൻസ് കൊണ്ട് അവിടെ കുടുംബത്തിലുണ്ടാകുന്ന അസൗകര്യങ്ങളും മറ്റുള്ളവർക്കുണ്ടാകുന്ന അസൗകര്യങ്ങളും അവർക്കുണ്ടാകുന്ന അസൗകര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോറി ലൈനാണ്. അപ്പം കുടുംബസ്ത്രീ അത് അതുകൊണ്ടാണ് കുടുംബസ്ത്രീ സെലക്ട് ചെയ്തത്. പിന്നെ കുഞ്ഞാട് എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കൂടുതൽ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് ദൈവത്തിന്റെ കുഞ്ഞാടായി മാറുമ്പോഴും അസൗകര്യങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് കുടുംബസ്ത്രീയും കുഞ്ഞാട് എന്നുള്ളൊരു പേര്. വെറൈറ്റി നെയിം അല്ലേ? പക്ഷെ രണ്ടും ഒരു രണ്ട് തലത്തിൽ കിടക്കുന്ന രണ്ട് പേരുകൾ ഒത്തുതരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ വേറൊരു സ്റ്റോറി ലൈനും കൂടെ തോന്നിയായിരുന്നു, ഒരു കള്ളൻ പോലീസ് കളി. അങ്ങനെ കൂടി ഉണ്ടോ? നമ്മുടെ ഷാജോൻ ചേട്ടന്റെ പോലീസ് കളി, അങ്ങനെ ഒരു കള്ളൻ പോലീസ് കളിയും കൂടെ ഉണ്ടല്ലേ? വേറൊരു പോർഷൻ, രണ്ട് സ്റ്റോറിയും കൂടെ ഒരു കൂട്ടി ചേർത്തിട്ടൊരു ഇതല്ലേ? അപ്പൊ ഇതിലേക്കുള്ള കാസ്റ്റുകളൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്? ഇപ്പൊ നമുക്ക് തന്നെ ലെജൻഡറി ആയിട്ടുള്ള നമ്മുടെ മലയാള സിനിമ സലീം ചേട്ടനുണ്ട്, പക്രു ചേട്ടനുണ്ട്, പിന്നെ ഷാജോൻ ചേട്ടനുണ്ട്. അപ്പൊ എങ്ങനെ കാസ്റ്റുകളൊക്കെ എങ്ങനെ ഡിസൈഡ് ചെയ്തത്? ഞങ്ങൾ ആദ്യം സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ കഥ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് പറ്റുന്ന ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയതാണ്. സിനിമ ഇപ്പൊ ധ്യാനൊക്കെ പോലെ ആകുമ്പോ കോമഡി എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ചിട്ട് കൊണ്ട് തന്നെയാണ് ധ്യാനൊക്കെ സെലക്ട് ചെയ്തത്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരാളെന്നാണ് ധ്യാൻ ആള് വേണം. അപ്പൊ അത് ആ ക്യാരക്ടറിന് ധ്യാൻ ആപ്റ്റാണ്. അങ്ങനെ ധ്യാനം സമീപിച്ചു, കഥ ഓക്കെ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു കഥ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളിലേക്ക് എത്തുന്നത്? ഈ ഒരു കുടുംബശ്രീയും കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയുടെ കഥ. അതായത് ഈ കഥ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കൺട്രോൾ ഇരുന്നിട്ട് ഡെവലപ്പ് ചെയ്ത് ചെറിയ ഉണ്ടായിരുന്നു. അപ്പൊ അത് വന്ന് ഞാനെനിക്ക് ഇങ്ങനെ പ്രോജക്ട് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടാമത് ഇപ്പൊ പറഞ്ഞില്ല, പക്ഷെ ഗ്യാപ്പ് വന്നു. ഞാനിങ്ങനെ ബെനീസിനോട് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞ ചെറിയൊരു കഥയുണ്ട്. ഇങ്ങനെ പ്രവാസിയായ ഒരു ക്യാരക്ടർ, പുള്ളി ഭാര്യ പ്രസന്റ്ലി ഇപ്പൊ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നതോടുകൂടി എല്ലാ വീട്ടിലും പ്രശ്നങ്ങളാണ്. സമാധാനപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. അവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വന്നപ്പോഴത്തേക്ക് ആ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ പുള്ളി എടുത്ത് ഫോണിൽ കൂടെ ഇങ്ങനെ ത്രെഡ് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി കൊള്ളാം, കേൾക്കാം. അങ്ങനെ പിന്നെ ആദ്യം ഞാൻ പറയുമ്പോ എനിക്ക് തോന്നുന്നു അമേരിക്കയിലായിരുന്നു ബെന്നീസ്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോ കഥ കേട്ട് പറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെയാണ് ആ കഥ നമ്മള് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ ശ്രീമാർ ഇറക്കൽ എന്നിട്ട് അതില് ആ ഡെവലപ്പ് ചെയ്യുന്നതില് മുഖ്യ ഒരു പങ്ക് ബെന്നീസിനുണ്ട്. പുള്ളി ഞാൻ പറയാം, ഞാനൊരു 3-4 സിനിമ ചെയ്തെങ്കിലും ഈ സ്ക്രിപ്റ്റിലും മ്യൂസിക്കിലും ഒക്കെ വളരെ ഇത്തിരി സെൻസ് ഉള്ള ഒരു കക്ഷിയാണ്. അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മളെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ തന്നെ വിട്ടുപോയ ചില കാര്യങ്ങൾ, സോങ് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ അതിൽ ബെന്നീസ് ടൂണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് ശരിയാണ്, അങ്ങനെ ചില കുഴപ്പമില്ലാത്തത്. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് അറിവുള്ളൊരു വ്യക്തിയാണ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ. അങ്ങനെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അധികം പേർക്ക് അങ്ങനെ ഉണ്ടാവാറില്ല. ശരിയാ, എല്ലാം കൂടിയും എന്താ പറയാ, എല്ലാത്തിലും ഇങ്ങനെ ഇടപെട്ടിട്ട് ഇന്നത് ചെയ്യണം എന്ന് പറയാറുണ്ടല്ലേ? അറിവുണ്ട്.